തൻ്റെ സുഹൃത്തും അമേരിക്കയുടെ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപിനെ സഹായിച്ച് സ്വയം പണി വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ശതകോടീശ്വരനായ ഇലോൺ മസ്ക് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കി തരുന്നത്. ടെസ്ല എന്ന മസ്കിന്റെ സ്ഥാപനത്തിനെതിരെ ജനം തിരിഞ്ഞതായാണ് പുറത്തുവരുന്ന വാർത്തകൾ. അമേരിക്കയിൽ ടെസ്ല ഷോറൂമുകൾക്ക് മുമ്പിൽ ജനം കൂടി നിന്ന് പ്രതിഷേധിക്കുകയാണ്. സർക്കാർ ചെലവ് വെട്ടിക്കുറക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡോജ് തീരുമാനിച്ചതാണ് ജനത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 50-ലേറെ ടെസ്ല കാർ ഷോറൂമുകൾക്ക് മുമ്പിലാണ് പ്രതിഷേധം നടന്നത്. ടെസ്ല വിരുദ്ധ പ്രതിഷേധം രാജ്യത്തിന് പുറത്തും നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് സ്ഥാപിച്ച ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ ഭാഗമായി സർക്കാർ ഏജൻസികളെ വെട്ടിക്കുറക്കുന്നതിൽ ടെസ്ല സിഇഒ എലോൺ മസ്കിന്റെ പങ്കിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സമരക്കാരുടെ തീരുമാനം. ശനിയാഴ്ച അമേരിക്കയിലുടനീളമുള്ള 50-ലധികം ടെസ്ല ഷോറൂമുകൾക്ക് മുമ്പിലാണ് പ്രതിഷേധക്കാർ ഒത്തുകൂടിയത്. ഇത് വരും ദിവസങ്ങളിൽ കൂടുതലിടത്തേക്ക് വ്യാപിപ്പിക്കും. വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും വർദ്ധിച്ചു വരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രത്യക്ഷ പ്രകടനങ്ങൾ നടക്കുന്നത്. ടെസ്ല ടേക്ക് ഡൗണിന്റെ ഭാഗമായാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധം ടെസ്ലയ്ക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുമെന്ന തരത്തിലാണ് ടെസ്ല ടേക്ക് ഡൗൺ വെബ്സൈറ്റ് ഇടപെടൽ നടത്തി വരുന്നത്. നിങ്ങളുടെ ടെസ്ലകൾ വിൽക്കാനും നിങ്ങളുടെ സ്റ്റോക്കുകൾ ഉപേക്ഷിക്കാനും പിക്കറ്റ് ലൈനുകളിൽ ചേരാനും വെബ്സൈറ്റ് ആഹ്വാനം ചെയ്യുന്നു. ലോകത്തിലെ പുത്തൻ ടെക്നോളജി വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ വാങ്ങലുകൾ നിരുത്സാഹപ്പെടുത്താൻ ഈ ആഹ്വാനം കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. അതിനാൽ മസ്കിന്റെ ഇപ്പോഴത്തെ നടപടികൾ ദോഷം ചെയ്യുക മസ്കിന് തന്നെയാകും. വിൽപ്പന കുറയുന്നത് നിക്ഷേപകരെ അവരുടെ ഓഹരികൾ വിറ്റഴിക്കാൻ ഇടയാക്കും. ഇത് ടെസ്ലയുടെ മൂല്യത്തെ ബാധിക്കും. മസ്കിന്റെ ആസ്തിയുടെ ഭൂരിഭാഗവും ഓഹരി നിക്ഷേപവും ടെസ്ലയുമാണ്. ടെസ്ലയുടെ ഏകദേശം 411 ദശലക്ഷം ഓഹരികൾ അഥവാ കമ്പനിയുടെ 13% മസ്കിന്റെ കൈവശമുണ്ട്. 2024 ഡിസംബറിൽ $400 ബില്യൺ മുകളിൽ ആസ്തിയുള്ള ലോകത്തിലെ ആദ്യ വ്യക്തിയായി മസ്ക് മാറിയിരുന്നു. എന്നാൽ ഫെബ്രുവരിയിൽ ടെസ്ലയുടെ ഓഹരികൾ 27.5% ഇടിഞ്ഞതോടെ അദ്ദേഹത്തിൻ്റെ ആസ്തിയിൽ $52 ബില്യൺ നഷ്ടമായി. നിലവിലെ പ്രതിഷേധങ്ങൾ ഫലം ചെയ്താൽ മസ്കിന്റെ ആസ്തി വീണ്ടും താഴേക്ക് പോകും. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായ മസ്ക് 2025 ജനുവരി 20 മുതലാണ് ഡോജിനെ നയിക്കാൻ തുടങ്ങിയത്. ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടൽ, US ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിനെ പിരിച്ചുവിടൽ, സെൻസിറ്റീവ് പേയ്മെന്റ് സംവിധാനങ്ങളിലേക്ക് പ്രവേശനം തേടാൻ തുടങ്ങിയ നടപടികൾ തുടക്കത്തിലെടുത്താണ് മസ്ക് എല്ലാവരെയും ഞെട്ടിച്ചത്. മസ്കിന്റെ തീരുമാനങ്ങൾക്ക് ട്രംപ് കണ്ണും പൂട്ടി അംഗീകാരം നൽകാൻ തുടങ്ങുക കൂടി ചെയ്തതോടെ ജനം എതിരാവാൻ തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളിലേക്കും സമരത്തിലേക്കും ജനത്തെ എത്തിച്ചത്. അമേരിക്കയിൽ നടന്ന പ്രതിഷേധങ്ങളിൽ ഏറ്റവും വലിയ പ്രകടനങ്ങളിൽ ചിലത് ബോസ്റ്റൺ, പോർട്ട്ലാൻഡ് നഗരങ്ങളിലും കാലിഫോർണിയ, ഫ്ലോറിഡ എന്നിവിടങ്ങളിലുമാണ് നടന്നതെന്ന് വിൻഡർ റിപ്പോർട്ട് ചെയ്യുന്നു. അരിസോണയിലെ ടെക്സസിൽ ഏകദേശം 1000-ലേറെ പ്രതിഷേധക്കാർ ഒത്തുകൂടി. വാഷിംഗ്ടൺ DC ഉൾപ്പെടെ നിരവധി പേരാണ് സമരക്കാർക്ക് പിന്തുണയുമായി എത്തിയത്. എലോൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യങ്ങളുമായി ഡ്രൈവർമാർ പിന്തുണച്ച് ഹോൺ മുഴക്കിയും പ്രതിഷേധത്തിന് പിന്തുണ അർപ്പിച്ചിരുന്നു. അതേസമയം ടെസ്ല വിരുദ്ധ പ്രസ്ഥാനം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച ബാഴ്സലോണയിൽ ഒരു പ്രതിഷേധം ടെസ്ലയ്ക്കെതിരെ നടന്നിരുന്നു. ലണ്ടനിലും പോർച്ചുഗലിലെ ലിസ്ബണിലും ഐസ്ലാൻഡിലും 3 പ്രതിഷേധങ്ങൾ ഈ ആഴ്ച നടക്കുമെന്ന് വിൻഡർ റിപ്പോർട്ട് ചെയ്യുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.